ഹലോ. നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന പോലെയുള്ള റിവ്യൂ വീഡിയോകളും കാര്യങ്ങളൊന്നുമല്ല. അത് നമ്മളൊരു ട്രാവലിലാണ്, നമ്മൾ യാത്രയിലാണ്. നമ്മളിതിൻ്റെ യാത്രയുടെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമുക്ക് വർക്കിന് 2 വണ്ടികൾ വരുന്നുണ്ട്. രണ്ടും നമുക്ക് പിക്കപ്പ് ചെയ്യാനുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് ആരും നാട്ടിലില്ലാത്തവരാണ്. അപ്പോൾ നമ്മൾ പിക്കപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ ചെക്കന്മാരുണ്ട് നമ്മളെ കൂടെ. അപ്പോൾ 2 വണ്ടി കൊണ്ടുവരേണ്ടത്, അതാണ് 4 പേര് പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് എടുക്കാനുള്ള നമുക്ക് കോട്ടയത്തു നിന്നാണ് ഒരു വണ്ടി എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ട്രെയിനെല്ലാം കയറി ഒരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 1:30 കൂടി നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നമുക്ക് അടുത്ത ബസ് ഉള്ളത് ഏകദേശം ഒരു 5-5:30ക്കാണ് നമ്മളെ ലൊക്കേഷനിലോട്ടുള്ള ബസ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു 1:30-2 മണിക്ക് തൊട്ട് KSRTC സ്റ്റാൻഡിൽ പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മളെ ചെക്കന്മാരെല്ലാവരും നല്ല ടയേർഡാണ്. എന്താ വെച്ചാൽ ട്രെയിനിലും നമുക്ക് സീറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല, ഫുള്ള് നിന്നാണ് പോകുന്നത്. പോരാത്തതിന് ഇവിടെയും നല്ല പോസ്റ്റ്. ഒരു 1:30-2 മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മളിപ്പോൾ ഒരു 5:30 വരെ ഇവിടെ ഫുൾ വെയിറ്റിംഗ് ആണ്. ലാസ്റ്റ് നമുക്ക് ബസ് കിട്ടി. നമുക്ക് ഇറങ്ങാനുള്ളത് ഏകദേശം ഇവിടെ നിന്ന് നമുക്കൊരു 30-40 കിലോമീറ്റർ ചുരുങ്ങിയതുണ്ട്. അപ്പോൾ KSRTCയിൽ എന്തായാലും സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഏകദേശം ലൊക്കേഷനിലെത്തി, കസ്റ്റമറിനെ വിളിച്ച് ലൊക്കേഷനിലെത്തി. നമ്മൾ വണ്ടി ജനറലായിട്ട് ഇൻസ്പെക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുടെ ഫാദറും ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ നോർമൽ വണ്ടി കൊണ്ടുപോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ നാട്ടിലെത്തണമല്ലോ. 300 കിലോമീറ്ററോളം നമുക്ക് നാട്ടിലോട്ട് ഓടാനുണ്ട്. അപ്പോൾ അതിൻ്റേതായ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ വണ്ടി നല്ല മിൻറ്റ് കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. ബട്ട് കസ്റ്റമറിൻ്റെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. AC പവർ സ്റ്റിയറിങ് കാര്യങ്ങൾ, അതുപോലെ സീറ്റ് അപ്ഗ്രേഡ് കാര്യങ്ങൾ ഇൻറ്റീരിയർ വൈസിൽ, അതുപോലെ അപ്ഗ്രേഡ്സ് ഒക്കെയാണ്. പിന്നെ പെയിൻറ്റിങ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ വൈസിലും കുറേ വർക്കുകൾ നമുക്കുണ്ട്. കുറേ ലീക്കേജസിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം നമുക്കും ചെയ്തിട്ട് നമുക്കൊന്ന് മോഡിഫിക്കേഷനും ആൾട്രേഷൻ വർക്കും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. സ്റ്റോക്കിൽ നല്ല രീതിയിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി തന്നെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു ഇതും കൂടി ഉണ്ട്. നമുക്ക് രണ്ടാമതൊരു വണ്ടി കൂടി പിക്കപ്പ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പിക്കപ്പ് ചെയ്യാൻ കൂടി അടുത്ത വണ്ടി ഈ വണ്ടിയും കൊണ്ട് തന്നെയാണ് നമ്മൾ പിക്കപ്പിന് പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പിക്കപ്പ് ഒന്നുകൂടി സജസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ പിക്കപ്പ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വർക്ക്ഷോപ്പിൽ വരികയാണെങ്കിൽ പോലും നമുക്കൊരു പരിധിക്ക് മേലെ നമ്മളൊരു 1-5-6 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് പിക്കപ്പ് വന്നാൽ നമ്മൾ ഒന്നുകൂടി നല്ലതാണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ്. എന്നുവെച്ചാൽ വണ്ടി അതുവരെ നമ്മൾ പോയി എടുത്തു കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച് വർക്ക്ഷോപ്പിൽ എത്തിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി വർക്ക് കഴിഞ്ഞ് പോയിട്ട് നമ്മൾ കസ്റ്റമർ കുറച്ച് ഓടുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും കിട്ടുക. അപ്പോൾ നമ്മളോട് ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കും ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ ഒരു 250 കിലോമീറ്റർ ആണെങ്കിൽ പോലും നമ്മളിത് ഓടിച്ച് കൊണ്ടുവരുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ചിലപ്പോൾ കുറേ കംപ്ലയിൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും. ഇവർ ഓവറായിട്ട് ഓടിക്കുമ്പോഴും അതേപോലെ സ്പീഡ് കയറുമ്പോഴും എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ വർക്ക്ഷോപ്പിൽ വന്ന് ഇപ്പോൾ എല്ലാവരുടെയും സജഷനും എല്ലാവരുടെയും അഭിപ്രായങ്ങളും ഇല്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇത്രയും ദൂരം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ലോങ് ഓടിക്കുമ്പോൾ വണ്ടിയുടെ ഫുൾ കംപ്ലയിൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ വണ്ടി നമുക്ക് ഓടിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു 10-50 കിലോമീറ്റർ ഓടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് ചില ടൈമിൽ ചെറിയതായിട്ട് റേസ് ആവുന്ന ഇഷ്യൂസ് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ ലീക്കേജസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജിപ്സിക്ക് പൊതുവേ ഉള്ളൊരു കേസാണ്, ഉള്ളിലോട്ട് നല്ല വെള്ളം കയറുന്ന ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ബീഡിങ് കാര്യങ്ങൾ, അതേപോലെ ഇതിൻ്റെ ഡോറൊക്കെ അടയ്ക്കാനും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തുള്ള വണ്ടിയാണ് എല്ലാം കൊണ്ടും. പക്ഷെ എന്താ വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഹമ്പൊക്കെ ചടിക്കുമ്പോഴേ നല്ല ജെർക്കിങ് വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് ഹിഞ്ചസിന് പ്രോബ്ലംസ് ഉണ്ട്. ഇത് നമുക്ക് ഒറ്റ വ്യൂവിലോ ഒറ്റ ഇതിലോ കടയിൽ അല്ലെങ്കിൽ ചെക്കപ്പ് ചെയ്യുമ്പോഴോ ഓഫ് റോഡ് ചെയ്യുമ്പോഴോ ഒരു 5-10 കിലോമീറ്റർ നമ്മൾ ഓടിക്കുമ്പോഴോ ഒന്നും ഒരിക്കലും നമുക്കിത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇത്ര ലോങ് ഓടിക്കുമ്പോൾ നമുക്ക് ഇത് ഓരോന്ന് കിട്ടുന്നത്. അല്ല വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ലോങ് ഓടിക്കുക, അല്ലെങ്കിൽ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇത് കസ്റ്റമർ കൊണ്ടുപോയിട്ട് നമുക്ക് ഓരോ കംപ്ലയിൻസ് പറയുമ്പോൾ നമുക്ക് അതിലും ബുദ്ധിമുട്ടാണ്. അത് നമ്മളെ വർക്കിനും ഫീഡ്ബാക്കിനും ബാധിക്കണമായതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ പിക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു ലീവിന് വരുമ്പോൾ ആകെ 1 മാസത്തിന് 2 മാസത്തിനൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അവർ വന്നിട്ട് വർക്കിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ലീവിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ പോവാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് പുറത്തുനിന്ന് വരുന്ന വർക്കുകളും ഇതേപോലെ അബ്രോഡുള്ള ആൾക്കാരുടെ വണ്ടികളാണ് നമുക്ക് അധികം വരാറ്.
അപ്പോൾ നമ്മൾ അധികം എടുക്കാറതാണ്. അപ്പോൾ ഇതേപോലെ ഈ വണ്ടി നമ്മൾ എടുത്തത് കോട്ടയത്തു നിന്നാണ്. നമുക്ക് അടുത്ത വണ്ടി എടുക്കാനുള്ളത് കുമളിയിൽ നിന്നാണ്. കുമളി തേക്കടി ഭാഗത്തു നിന്നാണ് നമുക്ക് അടുത്ത വണ്ടി എടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ലോങ് ഓടുമ്പോൾ തന്നെ ഹൈ റേഞ്ച് കയറാനുണ്ട്. അപ്പോൾ ഇത്ര ലോങ് ഓടുമ്പോൾ തന്നെ വണ്ടിക്കുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ ഹീറ്റ് ആവുന്നുണ്ടോ, ഓവർ ഹീറ്റ്സ് ആവുന്നുണ്ടോ, മിസ്സിങ്ങോ കാര്യങ്ങളോ ഇലക്ട്രിക് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ കിട്ടും, എല്ലാ ഇഷ്യൂസും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് പിക്കപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ പിക്കപ്പ് നമ്മളൊരു കുമളി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ചെറിയ ദൂരമേ ഉള്ളൂ. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്, ഒരു 100 മീറ്ററോളം അങ്ങോട്ട് ഉള്ളത് എന്നാണ്. ഓക്കെ, ഇതാണ് നമുക്ക് രണ്ടാമത് എടുക്കാനുള്ള നമ്മുടെ അടുത്ത ജിപ്സി. അപ്പോൾ നമ്മൾ മറ്റേ വണ്ടി നോക്കിയതുപോലെ തന്നെ മെയിനായിട്ടുള്ള ജനറൽ ചെക്കപ്പും കാര്യങ്ങളും, ഇതിൻ്റെ ഓയിൽ, അതുപോലെ ബ്രേക്ക് ഓയിൽസ്, ബ്രേക്ക് പാഡ്സ്, കാര്യങ്ങൾ, കേബിൾസ്, വണ്ടി കുറച്ച് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ടിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ടാണ് പോകുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും ദൂരം ഓടാനുള്ളതാണ്. അപ്പോൾ വഴിയിൽ കിടന്നാലും ഇത് ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാ ടൂൾസും കണ്ടാണ് വരിക, പക്ഷെ നമുക്ക് വഴിയിലിട്ട് പണിയുന്നതിനൊരു പരിധിയുണ്ട് എല്ലാത്തിനും. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ചെക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽസ് ചെക്ക് ചെയ്യും, ബാറ്ററി ചെക്ക് ചെയ്യും, വയറിങ്, അതുപോലെ തന്നെ ലൈറ്റ്സ്, കൂളൻ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറാണോ എന്ന് നോക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. എന്താ വെച്ചാൽ നമ്മളെല്ലാം ടോയ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ടൂൾസ് എല്ലാം ടോയിങ് വരെ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ വരാറ് സാധാരണ. മെയിനായിട്ടുള്ള വർക്കുകൾ എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റ് ജോബ്സ് തന്നെയാണ്. പെയിൻറ്റ് ജോബ് അത് ചിലപ്പോൾ സെക്കൻഡ് ടേംസ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. പെയിൻറ്റിങ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വീൽ അപ്ഗ്രേഡ്സ് ഉണ്ട്, ഇൻറ്റീരിയർ വൈസിൽ നമുക്കുണ്ട്. സോഫ്റ്റ് ടോപ്പ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. നോർമൽ ജിപ്സിയിൽ കിടക്കുന്ന പോലെ ഒരു ലേസി ലുക്കുള്ള രീതിയിലല്ല, നല്ല രീതിയിൽ ഫിറ്റ് ആൻഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ് ടോപ്പൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതേപോലെ ഫുൾ എക്സോസ്റ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് വണ്ടി ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. എന്താ വെച്ചാൽ മഴയും കാര്യങ്ങളും ക്ലൈമറ്റ് കുറച്ച് മോശമാണ്. അപ്പോൾ നമ്മൾ ഇനി വഴി തെറ്റിപ്പോയി കഴിഞ്ഞാലും ഈ മഴയാകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്യണം, ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു അങ്കമാലി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പയ്യാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ എടുത്തത്. നല്ല മഴയായിരുന്നു എല്ലാം. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് ജിപ്സി വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നാട്ടിലില്ലാത്തതിൻ്റെ പേരിൽ, അതേപോലെ എത്തിച്ചു തരാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ വണ്ടികൾ നിങ്ങൾ വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാം. എന്താ വെച്ചാൽ ചെറുതോ വലുതോ എന്ത് വർക്ക് ആയിക്കോട്ടെ, നമ്മൾ ഈ ചെറിയൊരു വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ വിളിക്കുക എന്നുള്ളൊരു തോട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. നമുക്ക് ചെറുതോ വലുതോ ഒന്നുമില്ല. നമ്മൾ പറയുമല്ലോ, നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരും. അതിപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ വരും. ജിപ്സി മാത്രമല്ല എടുക്കുന്നത്. പക്ഷെ നമുക്ക് കൂടുതൽ വരുന്നത് ജിപ്സി ആയതുകൊണ്ട് ഞാൻ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്, ഇത് മെയിനായിട്ട് ജിപ്സി മാത്രമാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജിപ്സി എടുക്കുന്നത്. നമ്മൾ മെയിനായിട്ട് സ്വിഫ്റ്റ്, നമ്മളെ പ്രൊഫൈലോ അതേപോലെ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ജിപ്സി അതുപോലെ തന്നെ എല്ലാ വണ്ടികളുടെയും വർക്കും നമ്മൾ എടുക്കുന്നുണ്ട്. ബോഡി കിറ്റ്സ്, അതേപോലെ പെർഫോമൻസ് അപ്ഗ്രേഡ്സ്, സൗണ്ട് സിസ്റ്റം എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജിപ്സിയാണ് മെയിനായിട്ട് എൻക്വയറി വരുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ നാട്ടിലില്ലാത്തതിൻ്റെ പേരിൽ വണ്ടി വീട്ടിൽ കിടക്കുകയാണ്, നമ്മൾ വർക്ക് ചെയ്യാൻ ആളില്ലാത്തതിൻ്റെ പേരിലാണ് കിടക്കുന്നത്, നമ്മൾ എന്തായാലും ഒന്ന് പിക്കപ്പ് ചെയ്ത് നമ്മൾ നിങ്ങളെ ഉദ്ദേശിക്കുന്ന രീതിയിൽ, നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ആക്കി തരും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.